9 വർഷത്തോളമായി നടുവേദന തുടങ്ങിയിട്ട്. ഈ 2-3 വർഷം കൊണ്ട് ഒരു ഭാരം വരെ എടുത്തു വരുത്താൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. ഭാരം എടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാനിങ്ങ് പോരും വരെ എനിക്ക് വെള്ളം എടുത്ത് കുളിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വന്നിരുന്നപ്പം മുതൽ യേശു മഹോന്നതനുള്ള പാട്ട് പാടിപ്പം മുതൽ ദേഹത്ത് എന്തോ ഒരു ശക്തി തുടങ്ങി. ഇപ്പം ഒരു സഹോദരി അവിടെ ആത്മാവിലായി വീണിപ്പം പെട്ടെന്ന് എടുത്തുയർത്തി എനിക്ക് സാധിച്ചു. ഒരു സഹോദരി ആത്മാവിൽ അവിടെ വീണു. ഭാരം പൊക്കാൻ മേലാത്ത സഹോദരി ആ സഹോദരിയെ പൊക്കി എഴുന്നേൽപ്പിച്ചു. ഒരാളെ പൊക്കി, ഒരു കുഴപ്പമില്ല. രണ്ടാ നിൽക്കുന്ന മോളെ ഒന്ന് പൊക്കി നോക്കി, എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ, പൊക്കാവോന്ന്. ബെൽറ്റ് നടുവിന് ഇട്ടിട്ടുണ്ട്. ഇപ്പം നാളെ അതൊക്കെ അഴിച്ച് ബെൽറ്റുമായിട്ട് ഇനി വരണം. ഒന്നുകൂടെ പോയി ചെക്ക് ചെയ്യണം. ഇപ്പൊ എങ്ങനെ ഉണ്ട്? ഒത്തിരി പൂർണ്ണമായിട്ട് എനിക്ക് പൂർണ്ണമായി വേദന മാറി. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ സ്റ്റെപ്പ് ഒന്ന് കയറിക്കേ. ഒന്ന് ഓടി നോക്കേ. ഇല്ല, ഓടാൻ പാടില്ലായിരുന്നു. എല്ലാം ഈ 2-3 വർഷമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഹസ്ബൻഡും ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എന്തോ വേണം ചെയ്യാം. നാളെ രാവിലെ പോയി തുണി അലക്കണം, കഞ്ഞി വെക്കണം, വെയിറ്റ് എടുക്കണം, എന്നിട്ട് മടങ്ങി വന്ന് സാക്ഷ്യം പറയണം. സാധിക്കുമോ? സാധ്യം പറയാം. ഈ സഹോദരി ഇന്നലെ ഒരു ബെൽറ്റ് ധരിച്ചോണ്ടാണ് ഇവിടെ വന്നിരുന്നേ. എന്നാൽ മീറ്റിംഗിന്റെ മധ്യത്തിൽ യേശു മകളെ തൊട്ടു. ഭർത്താവും കുഞ്ഞുങ്ങളുമാ ഈ സഹോദരിക്ക് വേണ്ടി ജോലി ചെയ്തു കൊടുത്തോണ്ടിരുന്നെന്നാ പറഞ്ഞു. ശരിയാണ്? അതെ, ശരിയാണ്. ഇന്ന് വീട്ടിൽ പോയി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, തുണി അലക്കി നോക്കണം, ജോലി ചെയ്ത് നോക്കണം. അതൊക്കെ ചെയ്ത് നോക്കിയോ? വിറക് വരെ ഞാൻ ഇന്ന് കീറിയിട്ടാ വരുന്നത്. വിറക് കീറിയോ? എന്റെ ഹസ്ബൻഡ് അവിടെ നിൽപ്പുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചറിയാം. എന്നാ മിസ്റ്റർ ഹസ്ബൻഡ് ഒന്ന് മുമ്പോട്ട് വന്നാട്ടെ. ഇത് കാണുമ്പോൾ ഒറ്റ കാര്യം മാത്രം നമുക്ക് ഉറപ്പിക്കാം, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ബ്രദർ എന്തോ പേര്? ജോസെന്ന്. വൈഫിന് എത്ര വർഷമായി പ്രോബ്ലം? ഒരു 8-9 വർഷത്തോളായി. എന്തായിരുന്നു പ്രശ്നം? തുടക്കം നടുവേദനയൊക്കെ ആയിട്ട് അങ്ങനെ പണിയും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. ഇപ്പൊ ഒരു 2-3 വർഷമായിട്ട് കൂടുതലായിട്ട് ഇങ്ങനെ വന്നത്. ഇപ്പോൾ പല ആശുപത്രികളിലൊക്കെ പോയായിരുന്നു, ഡോക്ടറെ കണ്ടു. അത് അവരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ പിന്നെ ഗുളികയൊക്കെ കഴിച്ച് കുറച്ചൊക്കെ പെട്ടെന്ന് മാറും, പിന്നെ വീണ്ടും ഉണ്ടാവും. അപ്പോൾ പിന്നെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ പോയി കണ്ട് 1-1.5 മാസം വെയിറ്റിട്ട് കിടക്കാൻ പറഞ്ഞു. വേറെ 2 മാസത്തോളം ആയായിരുന്നു വെയിറ്റിട്ട് കിടപ്പൊക്കെ തുടങ്ങിയിട്ട്. ഇപ്പോഴും വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. എല്ലാം എനിക്ക് എല്ലാ പണികളും ചെയ്തു. തുണിയാലേക്ക് വിറക് ഒത്തി കീറി, പിന്നെ അതുപോലെ തേങ്ങ അരണ്ടി മുളക് അരച്ചു, എല്ലാ കറികളും പുഴുക്കുണ്ടാക്കി കഞ്ഞി കൂട്ടാനൊക്കെ വെച്ചു. എല്ലാ പണികളും തുണിയാലേക്ക് ചെയ്തു വന്നു. എൻ്റെ അമ്മയ്ക്ക് നേരത്തെ ഒന്നിനും വല്ലാത്ത അവസ്ഥയാണ്. ഞാൻ വന്നിട്ട് വേണം, സ്കൂൾ വിട്ട് വന്നിട്ട് വേണം എല്ലാ വീട്ടിലെ പണിയും ചെയ്യാനും എല്ലാ കാര്യങ്ങളും നോക്കാനും. മോള് സ്കൂളിൽ നിന്ന് വന്നിട്ടാ ജോലികളെല്ലാം ചെയ്യുന്ന. അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പറ്റാറുന്നില്ല. അത് ഈ ചാച്ചനാണെങ്കിൽ അച്ഛൻ എല്ലാം ചെയ്തു വയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് വേണമായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഇപ്പൊ എനിക്ക് ഇന്ന് രാവിലെ എനിക്ക് അമ്മച്ചി പറഞ്ഞ കേട്ടപ്പോ എനിക്കുണ്ടായ സന്തോഷം ഒരിക്കലും മറക്കാൻ പറ്റില്ല. മോളെ, ഇതാരാ നിങ്ങൾക്ക് വേണ്ടി ചെയ്തെന്നറിയാവോ? യേശു.